എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളും പൊതു സ്വഭാവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മകയിരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ അധികം പേരും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് വളരെയേറെ സമയം എടുക്കുന്നവരായിട്ടാണ് കാണുന്നത്. എല്ലാത്തിനെയും സംശയത്തോടുകൂടി നോക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. മനസ്സെപ്പോഴും ആശങ്കാകുലമായിരിക്കും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഇവർക്കുണ്ടാകും. അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കും. ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധം ഉണ്ടാകും. അടുത്ത് ഇടപെടുന്നവരെ ആകർഷിക്കുവാനായിട്ട് പര്യാപ്തമായ പല സ്വഭാവവിശേഷങ്ങളും ഇവർക്കുണ്ടാകും. ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇവർ മടി കാണിക്കില്ല. ഇത് പലപ്പോഴും പരാജയങ്ങൾക്കും ധനനഷ്ടത്തിനും ഒക്കെ കാരണമാകാറുണ്ട്. കൂട്ടുപ്രവർത്തനങ്ങളിൽ ഈ നക്ഷത്രക്കാർ സാധാരണ വിജയിക്കാറില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. ശത്രുക്കളെ സ്വാധീനിക്കാൻ പ്രത്യേകമായ കഴിവ് ഇവർ കാണിക്കും. പണമിടപാടുകളിൽ ശ്രദ്ധക്കുറവ് കാണിച്ചേക്കാം. വരവ് നോക്കാതെ ചിലവ് ചെയ്യുന്ന സ്വഭാവമുണ്ടാകും. ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം. സ്വന്തം അഭിപ്രായമനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ചിട്ടായിരിക്കും. ഇതുമൂലം സ്വജനങ്ങളുമായി അടുപ്പക്കുറവും അടുത്ത സുഹൃത്തുക്കളുടെ അതൃപ്തിയും ഒക്കെ ഉണ്ടായേക്കാം. ഇവരുടെ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കേണ്ടതായിട്ട് വരും. ആശയപരമായ ഭിന്നതയും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടുവാനായിട്ട് വഴിതെളിക്കും. മാതാവിൻ്റെ കുടുംബത്തിൻ്റെ സഹകരണം മൂലമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇടത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാകും. ഉദ്യോഗ ജീവിതത്തിന് സാധ്യത ഉണ്ട്. മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല. ആരോഗ്യക്കുറവ്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ കൊണ്ട് 21 വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിന് ഈ കാലത്ത് തടസ്സമോ മാന്ദ്യമോ ഉണ്ടായേക്കാം. 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ്. വിദ്യാഗുണം, തൊഴിൽ ലാഭം, ധനാഭിവൃദ്ധി തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് പ്രതീക്ഷിക്കാം. 37 വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഈ കാലത്ത് സ്വജനങ്ങളുടെ വിരോധം, സ്വജനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇക്കാലത്തുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ പലപ്പോഴും ദോഷഫലങ്ങളായി കലാശിച്ചെന്ന് വരാം. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഫലങ്ങൾ ഏകദേശം 56 വയസ്സ് വരെ തുടരും. അതിനുശേഷം ജീവിതം പൊതുവെ ശാന്തമായിരിക്കും. എങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ ഈ കാലത്ത് കുറവായിരിക്കും. സ്വജനങ്ങളുമായിട്ട് ഈ കാലത്ത് കൂടുതൽ സഹകരണവും ഉണ്ടാകും. ഈ മകയിര നക്ഷത്രക്കാർ സൗന്ദര്യവും ബുദ്ധി, ആത്മാർത്ഥത എന്നിവ ഉള്ളവരായിരിക്കും. ഏറ്റെടുത്ത തൊഴിൽ കാര്യക്ഷമമായിട്ട് ചെയ്യുവാൻ ഇവർക്ക് നല്ല കഴിവുണ്ട്. പൊതുവെ ഇവരുടെ കൈപ്പട നന്നായിരിക്കും, ഹാൻഡ് റൈറ്റിംഗ് നന്നായിരിക്കും. ജീവിതത്തിലെ ആദ്യ പകുതി ക്ലേശകരമായിരിക്കും. പിന്നീട് സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നത നിലയിൽ എത്തും. സംഭാഷണ ചാതുര്യം പ്രകടിപ്പിക്കാറുള്ള ഇവർ മുൻകോപികളും ആയിരിക്കും. ഇവർക്ക് ആഡംബര ഭ്രമവും ഉണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരിമാരും മധുരമായി സംസാരിക്കുന്നവരും ആഡംബരപ്രിയരും ശാസ്ത്രങ്ങളിലൊക്കെ താല്പര്യമുള്ളവരും സന്താന സുഖം ഉള്ളവരും ആയിരിക്കും. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ പുണർദം, ആയില്യം, പൂരം. ഇടവക്കൂറിലെ മകയിര നക്ഷത്രക്കാർക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദവും, മിഥുനക്കൂറിലെ മകയിര നക്ഷത്രക്കാർക്ക് ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് വിവാഹബന്ധത്തിനോ കൊടുക്കൽ വാങ്ങലോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, ഇവർക്ക് വ്യാഴദശ, ബുധദശ, ശുക്രദശ, ഈ 3 ദശകൾ ദോഷം നിറഞ്ഞ സമയമായിരിക്കും.
അപ്പോൾ ഈ സമയം വിധിപ്രകാരമുള്ള ഗ്രഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കാം. മകയിരക്കാർ കുജനെയും ചൊവ്വയെയും കുജൻ്റെ ദേവതകളെയും ഭജിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകൾ മകയിരം, ചിത്ര, അവിട്ടം നക്ഷത്രങ്ങൾ എന്നിവയിൽ കുജമന്ത്ര സ്തോത്ര ജപം, സുബ്രഹ്മണ്യ ഭജനം, കുജൻ ജാതകത്തിലെ രുക്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനം എന്നിവ നടത്താവുന്നതാണ്. ചൊവ്വാഴ്ചയും മകയിരവും ചേർന്ന് വരുന്ന ദിവസം വ്രതം, മറ്റു ദോഷ പരിഹാര അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. ഈ ദിവസം അങ്കാരക പൂജ, അതായത് കുജപൂജ നടത്തുന്നതും നന്നായിരിക്കും. മകയിരം ഇടവക്കൂറുകാർ ശുക്രനെയും മിഥുനക്കൂറുകാർ ബുധനെയും പ്രീതിപ്പെടുത്തുന്നതും നന്നായിരിക്കും. ഇവരുടെ അനുകൂല നിറം ചുവപ്പാണ്. ചുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. ഇത് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങളാണ് പറഞ്ഞത്. ജനിക്കുന്ന സമയത്ത് ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.